അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവൾ. കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലേക്ക് എൻ്റെ സുഹൃത്തിന് ഒരു ഉപ്പാടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് കാണാൻ പോയതാണ്. അവിടുന്ന് ഒരു ഉമ്മാനെ കണ്ടു. ആ ഉമ്മ നമ്മുടെ ചാനൽ കാണുന്ന സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഉമ്മയാണ്. ആ ഉമ്മ മോൻ്റെ ഒരു സങ്കടം പറഞ്ഞു. അവരുടെ ഭർത്താവൊക്കെ നേരത്തെ മരിച്ചു പോയത്. ആകെ ഒരു മോനുള്ളൂ. മോന് ഹാഫിളാണ്, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, നല്ല ജോലിയുണ്ട്. മോനൊരു കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ചതോടെ മോൻ്റെ ലൈഫ് പോയി എന്നാണ് അമ്മ പറയണത്. കാരണം വലിയ കുടുംബമാണ്, നല്ല സാമ്പത്തിക ശേഷിയുണ്ട്, ചെറുപ്പത്തിലെ ഹാഫിളായി, നല്ലൊരു മതസ്ഥാപനത്തിൽ പഠിച്ചു, നല്ല ഭൗതിക വിദ്യാഭ്യാസം നേടി, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി, നല്ല വിദ്യാഭ്യാസമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് അങ്ങനെ ഒരു കുടുംബത്തെ കണ്ടുമുട്ടി. നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. CA പോകണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഡിഗ്രി പഠിക്കുന്ന ഒരു കുട്ടിനെയാണ് കല്യാണം കഴിച്ചത്. ആ ഒരു പെൺവീട്ടുകാരൊരു ഡിമാൻഡ് വെച്ചു, ഈ പെൺകുട്ടിക്ക് പഠനം എന്ത് ചെയ്യരുത്, നിങ്ങൾ തടസ്സപ്പെടുത്തരുത്, ഇവനും പഠിപ്പിക്കാൻ റെഡിയാണ്. അങ്ങനെ എന്നോട് ആ ഉമ്മ പറയാണ്, മോനെ, എൻ്റെ മകന് അവളെ കല്യാണം കഴിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഡിഗ്രി സെക്കൻഡ് ഇയർ എങ്ങാനായിരുന്നു കല്യാണം കഴിക്കുമ്പോൾ. ഡിഗ്രി കഴിഞ്ഞു. അങ്ങനെ ഇവർ സന്തോഷമായിട്ട് പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അവരെ ലൈഫിലുണ്ടായി. ഒരു പരിഹാരം കാണാൻ പറ്റണില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഉമ്മ ഇത്, കല്യാണം നിങ്ങളെന്താ നിങ്ങളുടെ മോനോ ഉള്ള പഠിപ്പിക്കാൻ തയ്യാറായില്ലേ? പഠിപ്പിക്കാനൊക്കെ തയ്യാറായി, ഡിഗ്രി കഴിഞ്ഞു. പിന്നെ അവൾ CA പോയി. അപ്പോൾ ആ സമയത്തൊക്കെ ഇവരെല്ലാവരും ഇങ്ങനെ ചോദിക്കും. ഈ ഉമ്മ പറയും, ഞാനും ചോദിച്ചിരുന്നു, എന്താണ്ടാ ഓള് വിശേഷമൊന്നും ഇല്ലേ, അതൊന്നും കാണില്ലല്ലോ, ഇപ്പോഴത്തെ ഒരു കുട്ടികൾ അങ്ങനെയുള്ള കല്യാണം കഴിഞ്ഞ് ഒരു 1-2 വർഷം കഴിഞ്ഞിട്ടെങ്കിലും കുട്ടികളാവണ്ടേ? ഇത് ചോദിക്കുമ്പോഴൊക്കെ ഓനൊന്നും മിണ്ടലില്ല. അവർക്കവിടെ ഒരു പ്രശ്നം ഈ ഉമ്മ മനസ്സിലാക്കിയൊരു കാര്യം, ഇവൾക്ക് ഗർഭിണിയാവാൻ താല്പര്യമില്ല. ഇപ്പോഴത്തെ ഒരു കുട്ടികളുടെ മനസ്സെന്ന് പറഞ്ഞാൽ പഠനം ഇങ്ങനെ ജോലിയായിട്ട് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ പഠിച്ചിട്ട് മുന്നോട്ട് കയറുക, സ്വന്തമായിട്ടൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആവുക, ഈ ഒരു രീതിയിലേക്ക് മാത്രമാണ് ചിന്ത. ഒരു കുടുംബമാവുമ്പോൾ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളില്ലേ, അതിലേക്കൊന്നും ഈ പെൺകുട്ടി ശ്രദ്ധിക്കണില്ല എന്നുള്ളതാണ് ഈ ഉമ്മ കണ്ടെത്തിയൊരു ഒരു ഒരു പ്രശ്നം. അതായത് ഈ പെൺകുട്ടിക്ക് നന്നായിട്ട് ഡിഗ്രി പഠിച്ചിട്ട് CA പോകണം എന്ന് പറഞ്ഞു. CA നല്ല മാർക്കോട് കൂടി പാസ്സായി. പിന്നെ ഇവൾക്കൊരു നല്ല ജോബ് ഓഫർ കിട്ടി. അപ്പോൾ ഇവൾ പറയുന്നത്, ഇതിൻ്റെ ഇടയിൽ ഞാൻ പ്രസവിച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോബും കാര്യങ്ങളൊക്കെ എന്താവും, നിങ്ങൾക്കിതൊന്നും പ്രശ്നമില്ല, നിങ്ങൾക്ക് ആണുങ്ങൾക്ക് പ്രസവമില്ലല്ലോ. ഒരു കുടുംബം എന്ന നിലക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ രണ്ട് കൂട്ടരും പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം ജീവിച്ചാൽ ഭാര്യയും ഭർത്താവോ, അവിടെ മുതൽക്കാണ് ഈ ഭർത്താവിൻ്റെ ലൈഫ് താളം തെറ്റാൻ തുടങ്ങിയത്. അതിനിടയിൽ ഈ ഉമ്മ പറയുന്നൊരു കാര്യം, ഇവൾ ഗർഭിണിയായിരുന്നു. ഗർഭിണിയായപ്പോൾ ഇവൻ അറിയാതെ ഇവളത് അബോർഷൻ ചെയ്തു. അബോർഷൻ ചെയ്തത് അവളുടെ വീട്ടുകാരുടെ ഹെൽപ്പോട് കൂടിയാണ് അത് അബോർഷൻ ചെയ്തത്. ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീക്ക് ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ അബോർഷൻ നടത്താനുള്ള നിയമപരമായിട്ട് അവകാശങ്ങളുണ്ട്. ഈ ഒരു അബോർഷന് എൻ്റെ മോൻക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഓനൊന്നുകിൽ ഒരു ഹാഫിളായിട്ട് കുറച്ചൊക്കെ ഒരു മതം പഠിച്ച ഒരാളല്ലേ, ഒരു ജീവനുള്ള കുഞ്ഞിനെ അല്ലേ ഇല്ലാതാക്കിയത്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. മോൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇന്ന് കണ്ണീരിലാണ്. അവൾ സുഖമായിട്ട് ജോലിക്ക് പോകുന്നുണ്ട്, അവനും ജോലിക്ക് പോകുന്നുണ്ട്, രണ്ടാളും സമ്പാദിച്ചു കൊണ്ടിരുന്നുണ്ട്. പക്ഷെ കുടുംബത്തെന്തില്ല, സന്തോഷമില്ല. ഞാൻ ഉമ്മാട് പറഞ്ഞു, പൊന്നുമ്മ, നിങ്ങളിത് പറഞ്ഞത് കൊണ്ട് പ്രയോജനമില്ലല്ലോ, നിങ്ങളുടെ മകൻക്ക് ഈ പരാതി വേണ്ടേ, നിങ്ങളുടെ മരുമകൾക്ക് ഒരു പരിഹാരം കാണണമെങ്കിൽ ഒന്ന് കൗൺസിലിങ്ങിന് വരാൻ പറയാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു കൗൺസിലിങ്ങിന് വന്നു. അപ്പോൾ രണ്ട് കൂട്ടരും പറയുന്നത് രണ്ടും ന്യായങ്ങളാണ്. അയാൾ ആ ഒരു മകൻ എന്നോട് പറഞ്ഞൊരു കാര്യം, സൊഫുവാൻ എന്നാണ് ആ മകൻ്റെ പേര്. മകൻ പറഞ്ഞു, സാറേ, വിവാഹം കഴിക്കുമ്പോൾ എൻ്റെ ഭാര്യ വീട്ടിലിരിക്കണമെന്നോ അല്ലെങ്കിൽ ജോലിക്ക് പോകണ്ടെന്നൊന്നുമല്ല ഞാൻ ആഗ്രഹിച്ചത്. നല്ല ജോലിക്ക് പോകണം, നന്നായിട്ട് പഠിക്കണം, ഇൻഡിപെൻഡൻ്റ് ആവണം, ഫിനാൻഷ്യൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചതാണ്. അങ്ങനെ തന്നെയാണ് അതിന് വിദ്യാഭ്യാസമുള്ള നല്ലൊരു കുടുംബത്തിൽ കല്യാണം കഴിച്ചത്. എനിക്ക് ഇവിടെ കിട്ടിയപ്പോൾ സന്തോഷമാണ് എൻ്റെ ലൈഫിൽ. പക്ഷേ ഇവൾ പോകെ ഡിഗ്രിയും CA കഴിഞ്ഞിട്ട് ഇവൾ ജോലി എന്നുള്ളത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇവളുടെ ഉള്ളിലൊരു കുടുംബം, ഒരു ഭാര്യയിൽ, ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് എല്ലാ കടമകളും ഞാൻ ചെയ്യുന്നുണ്ട്. ഭാര്യ എന്ന നിലയ്ക്ക് ഇടപ്പറയിലെ കടമകളും അവൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇത് മാത്രം പോരല്ലോ. റിസ്വാന എന്ന പേരുള്ള ആ യുവതിനോട് പറയുന്ന ഒരു കാര്യം, സാറേ, ഞാനിങ്ങനെ ആഗ്രഹിച്ചാൽ എന്താണ് തെറ്റ്, എൻ്റെ ഒരു ജോലി ഇപ്പോൾ എനിക്ക് ജോലി കിട്ടിയിട്ടേ ഉള്ളൂ. ഈ ഒരു ജോലി കിട്ടിയിട്ട് ഒരു 2 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മറ്റൊരു ഉയർന്നൊരു തസ്തികയിലേക്ക് മാറുള്ളൂ. ഈ സമയത്ത് ഞാനൊന്ന് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ ജോലി ഇത് ബാധിക്കില്ല. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ജോലി. ഇപ്പോൾ ഞങ്ങൾ വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളുകളൊന്നുമല്ല. എൻ്റെ വാപ്പ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ 3 മക്കളെ വളർത്തിയത്. എനിക്ക് വേണ്ടി ഇപ്പോൾ ഒരുപാട് കാശ് ചിലവാക്കിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ വാപ്പാക്ക് ഞാൻ ആ കാശ് തിരിച്ചു കൊടുക്കണ്ട. ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു കാശ് കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു ഉമ്മ എനിക്കുണ്ട്, ഒരു വാപ്പ എനിക്കുണ്ട്. എൻ്റെ ഭർത്താവിന് കാശ് വേണം വേണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ കാര്യം നോക്കാനെങ്കിലും എനിക്ക് പണം വേണ്ടേ. ഇതാണ് ഈ പെൺകുട്ടിയുടെ ചിന്ത. ഇപ്പോൾ ഒരുപാട് മോട്ടിവേറ്റർമാരുണ്ട്, ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, ഒരുപാട് സാമൂഹിക പരിഷ്കർത്താക്കളുണ്ട്. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, പെൺകുട്ടികളെ കല്യാണത്തേക്കാൾ മുഖ്യം നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ, നന്നായിട്ട് ജോലി വാങ്ങുക. ഈ രീതിയിലേക്ക് മാത്രം പറഞ്ഞു കൊടുത്തിട്ട് ഒരു വിഭാഗം പെൺകുട്ടികളുടെ മനസ്സിൽ
വിവാഹത്തിലേക്ക് കടന്നാൽ പോലും ഒരു ഭാര്യ എന്നുള്ള ഒരു കടപ്പാടുകളെ കുറിച്ച് പോലും ഒരു ചിന്തിക്കണില്ല. അവരുടെ ഉള്ളിലുള്ള ചിന്ത എന്തുമാത്രമാണ് ഈ ഒരു ഭൗതികമായുള്ള ജോലി, മറ്റു കാര്യങ്ങൾ മാത്രമാണ്. അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിച്ചിരിക്കുന്ന കാര്യം എന്താണ്, ഭാര്യയാവുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ റീൽസിലൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇങ്ങനെ ഇൻസ്റ്റയിലെ വീഡിയോ കണ്ട് ഫുഡൊക്കെ കഴിച്ച് വീഡിയോ ഒക്കെ ഇട്ട് സന്തോഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, അതുമാത്രമല്ലോ ലൈഫ്. വീട്ടുകാരിങ്ങനെ കല്യാണം കഴിച്ച ഒരു വർഷമാകുമ്പോഴേക്കും കുട്ടികളില്ലേ, വിശേഷമായില്ലെന്ന് ചോദിക്കുന്ന ആ ചോദ്യങ്ങൾ നമുക്ക് അവഗണിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ സന്തോഷ സമയത്ത് ഉണ്ടാവേണ്ട സംഗതിയാണ്. പക്ഷേ ഇത് ദീർഘകാലം നീട്ടിവെക്കുന്നതിനോട് അനുഭവസ്ഥരായ ആളുകൾ എന്താ പറയുന്നത്, അള്ളാഹു നമുക്ക് തരാൻ വിചാരിച്ചൊരു സൗഭാഗ്യമാണ് നമ്മുടെ മക്കൾ. നമ്മളതിനെ ബോധപൂർവം എന്ത് ചെയ്യുക, നീട്ടിക്കൊണ്ടായാൽ പിന്നെ പടച്ചോനത് തരാതെയാവും. ആ ഭർത്താവിൻ്റെ ഏറ്റവും വലിയ സങ്കടം അയാൾ പറഞ്ഞത് അബോർഷൻ നടത്തി സാറേ, അറ്റ്ലീസ്റ്റ് അത് എന്നോടെങ്കിലും പറയാമായിരുന്നില്ല. ആ പെണ്ണ് പറഞ്ഞു നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് സമ്മതിക്കൂല. പിന്നെ നിങ്ങൾ സമ്മതിക്കാത്തൊരു കാര്യം ഞാൻ ചെയ്താൽ അതൊരു ഗുരുതര തെറ്റല്ല, അത് നിങ്ങൾ അറിയാതെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പം ഞാൻ ചോദിച്ചത് പിന്നെ എങ്ങനെ അറിഞ്ഞത്, പിന്നെ ശാരീരിക പ്രയാസങ്ങളുണ്ടായി, ആകെ എന്താ പറയുക ടെൻഷനും ക്ഷീണമൊക്കെ ആയപ്പോൾ നോക്കുമ്പോഴാണ് മരുന്നിൻ്റെ ലിസ്റ്റൊക്കെ നോക്കുമ്പോൾ ഇയാൾ കുറച്ചൊക്കെ ഫാർമസിയിലൊക്കെ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഇയാൾക്ക് മരുന്ന് കണ്ടപ്പോൾ മനസ്സിലായി എൻ്റെ ഭാര്യ അബോർഷൻ നടത്തിയിട്ടുണ്ടെന്നുള്ളത്. അത് ഇയാളെ ചീറ്റ് ചെയ്തുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ ഒരു തലമുറയിലെ പെൺകുട്ടികൾ കരുതുന്നത് ഏറ്റവും വലുത് ഏതാണ്, ഒരു ജോലി വാങ്ങുക, ശമ്പളം വാങ്ങുക, കുറേ പഠിക്കുക. എന്നിട്ട് ഇങ്ങനെ കുറേ പഠിച്ച ആളുകളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവരൊരു കുടുംബിനിയാവാനോ ഭാര്യയാവാനോ ഭർത്താവാനോ അതൊന്നും തയ്യാറാവാത്ത രീതിയിലേക്ക് വരികയാണ്. നമ്മുടെ സൊസൈറ്റിയിൽ ഇത്തരം രീതിയിലേക്ക് വല്ലാതെ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള യൂട്യൂബ് വീഡിയോകളും കാണാം. അതായത് നിങ്ങൾ ആരെയും അനുസരിക്കേണ്ട, നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേക്കും ഇങ്ങോട്ട് പോരെ, നിങ്ങൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആയിക്കോളൂ എന്ന് പറയുമ്പോൾ അതൊരു നല്ല അർത്ഥത്തിലായിരിക്കാം മേ ബി പറയുന്നുണ്ടാവുക. പക്ഷേ ഈ പെൺകുട്ടികൾ ചിന്തിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ്, ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു വക്കീലിനെ കണ്ടു. ആ വക്കീൽ കുടുംബ കേസുകളൊക്കെ, അതായത് ഇങ്ങനെ ഫാമിലി വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു അഡ്വക്കറ്റാണ്. ആ അഡ്വക്കറ്റിനോട് സംസാരിക്കുകയാണ്, സാർ ഇപ്പം ഇത്തരത്തിലുള്ള കേസുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എത്തരത്തിലുള്ള കേസുകൾ. വിവാഹം വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞ് ഒരു കുടുംബിനിയായിട്ട് മുന്നോട്ട് പോകാൻ പിന്നെ താല്പര്യമില്ല, പഠനത്തിലും ജോലിയിലും മാത്രമാണ് ശ്രദ്ധ. ഒരു പെണ്ണിൻ്റെ ആൾക്കാർ പറയുന്നത്, പെണ്ണ് പറയുന്നത് എനിക്കും വേണ്ടേ ജോലിയിലൊക്കെ ഒരു ഉന്നത തസ്തികയിലെത്തുക, അതിന് പ്രഗ്നൻ്റ് ആവുക എന്നുള്ളൊരു തടസ്സമായിട്ട് നിൽക്കാം. ഇതൊക്കെ പണ്ട് സിനിമക്കാർക്കാരുടെ ഇടയിലോ അല്ലെങ്കിൽ വലിയ സെലിബ്രിറ്റികൾക്കിടയിൽ മാത്രം ഉണ്ടായിരുന്നൊരു സ്വഭാവം ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു. ഇതിനൊരു പ്രധാന കാരണം ഈ അസ്ഥാനത്തുള്ള പല മോട്ടിവേറ്റർമാരും പല യൂട്യൂബ് പ്രസംഗിക്കുന്ന ആളുകളൊക്കെയാണ്. ഇവരിങ്ങനെ ഈ ജോലി പഠനം ഇത് മാത്രമായിട്ട് കരുതിയിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ അതുമാത്രത്തിന് വേണ്ടി ജീവിക്കാൻ. ഇത്തരം ആളുകൾ കല്യാണത്തിന് റെഡിയാവുന്നുണ്ട്, കല്യാണം റെഡിയായി കഴിഞ്ഞാൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോകണില്ല. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ജോലി വേണ്ടാന്നോ അല്ലെങ്കിൽ പഠിക്കേണ്ടെന്നൊന്നല്ല കേട്ടോ. അതൊക്കെ ഒരു വഴിക്ക് നിൽക്കുമ്പോൾ തന്നെ ഭാര്യയുടേതായ ജൈവികമായ കടമകളും കടപ്പാടുകളും ഉണ്ട്. അപ്പോഴേ ഒരു കുടുംബം നന്നായിട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. വിവാഹം കഴിക്കാതെ ജോലിയും പഠനമൊക്കെ ആയിട്ട് മാത്രം മുന്നോട്ട് പോവുക. ഏതായാലും ഈ ഒരു സഫ്വാൻ എന്ന് പേരുള്ള ഈ ഒരു മനുഷ്യൻ്റെ അവസ്ഥ കണ്ടപ്പോൾ സങ്കടം തോന്നി. ഒരുപാട് ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇത്തരം കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ ഒരു തലമുറയിൽ ഇത്തരം കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടെങ്കിലും താഴെ ഷെയർ ചെയ്യുക. എന്തായാലും ആ ഉമ്മയുടെ വാക്ക് കേട്ട് ഒരു 2-3 സിറ്റിങ്ങിനാണ് ആ ഒരു ഫാമിലിൻ്റെ അടുത്ത് വന്നത്. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ദിവസം ആ ഉമ്മ എനിക്ക് വിളിച്ചൊരു സന്തോഷം പറഞ്ഞു, മരുമകൾ ഗർഭിണിയാണ്. കാരണം ഗർഭമുള്ള ആളുകൾക്ക് വേണ്ടി ജോലിയിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പരിരക്ഷയും ലീവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ സംവിധാനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും എന്താ പറയുക സർക്കാർ സ്ഥാപനങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ അവർക്ക് ജോലി അങ്ങനെ ചെയ്യാനുള്ള ലീവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, പ്രസവാവധികളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അങ്ങനെ ഉള്ളത്. ഇപ്പോൾ അത് ഹാപ്പി ആയിട്ട് ആ കുടുംബം ജീവിക്കുന്നു. അവരുടെ മരുമകൾ ഗർഭിണിയാണ്. ആ സന്തോഷം വിളിച്ച് അറിയിച്ചപ്പോൾ ആ ഉമ്മ എന്നോട് പറഞ്ഞതാണ്, മാഷേ നിങ്ങൾ ഈ വിഷയം ഒന്ന് വീഡിയോയിൽ പറയണം. ഇങ്ങനെ സമാനമായി പ്രശ്നങ്ങളുള്ള ഒരുപാട് ദമ്പതികൾ ഉണ്ടായിരിക്കാം. അവർക്ക് ആർക്കെങ്കിലും ഒരു പരിഹാരമാവാൻ അൽഹംദുലില്ലാഹ് അതൊരു പരിഹാരമായിരിക്കും. നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞില്ല, പെർമിഷനോടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം പങ്കുവച്ചത്. ഇന്നത്തെ കാലത്ത് ഇത്തരം സംഭവങ്ങളൊക്കെ വർദ്ധിച്ചു വരാൻ നമ്മുടെ മക്കൾക്ക് നല്ലത് തോന്നട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ വീഡിയോക്ക് ഞാൻ ചോദ്യം ചോദിച്ചതിൻ്റെ ആൻസർ യഹ്യാ നബി അലൈഹിസ്സലാം എന്നുള്ളതാണ്. ഞാൻ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകനെ ഖബറടക്കിയത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ആണ് അദ്ദേഹത്തെ ഖബറടക്കിയത്. ആ പ്രവാചകൻ്റെ പേരെന്താണ്, എവിടെയാണ് ഖബറടക്കിയത്? ഇതാണ് ചോദ്യം. ഞാൻ ക്ലൂ ഒന്നും തരുന്നില്ല. അത് ഈസാ നബിക്ക് അലൈഹിസ്സലാമിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു പ്രവാചകനാണ്. പക്ഷെ അദ്ദേഹത്തിനെ ഖബറടക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് ഹബീബായ നബിയുടെ വഫാത്തിന് ശേഷം
ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്താണ് ഈ ഒരു പ്രവാചകനെ ഖബറടക്കിയത്. ആ ഖബറടക്കിയ പ്രവാചകൻ്റെ പേര് എവിടെയാണ് ഖബറടക്കം നടന്നതെന്നാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.